ഹലോ ഫാമിലി. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിക്കാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെന്തിനാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല പറയാൻ. വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പറഞ്ഞതുകൊണ്ടോ നമ്മൾ പോയി പറയേണ്ട സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞതുകൊണ്ടോ ഒരു ഉപകാരവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. ഇത് അനുഭവിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ധൈര്യപൂർവ്വം കമന്റ് ചെയ്യണം. ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു, ഇന്നതായിരുന്നു കണ്ടന്റ്, ഇതുകൊണ്ട് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ ഗവൺമെന്റ് ഒക്കെ മാറി വന്നിരിക്കുവാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ എന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഈ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന പബ്ലിക്കിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ്സിനെയും ഈ പറഞ്ഞ അറിയാവുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും ഇവരൊക്കെ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ബോധമുള്ളവരെല്ലാവരെയും ഞാൻ ഇതിൽ ടാഗ് ചെയ്യുന്നുണ്ട്. കണ്ടന്റിലേക്ക് കടക്കാം. ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഈ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ പറയാൻ ധൈര്യമില്ലാത്ത ഒരുപാട് സ്ത്രീകൾ പല പല സ്റ്റേഷനുകളിൽ അനുഭവിച്ച കാര്യങ്ങളും കൂടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമേ ഞാൻ നേരിട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്നെ സംബന്ധിച്ച് ഇന്ന് ഡിവോഴ്സ് ആകുന്ന സ്ത്രീകള്, വിധവകളാകുന്ന സ്ത്രീകൾ, സ്ത്രീ എന്ന് പറയുന്ന വാക്കുകൾ എടുത്ത് പറയാൻ സംസാരിക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ്. നിയമം രണ്ടുപേർക്കും ഈക്വൽ ആകണം, തെറ്റ് ചെയ്തവർ ഈക്വലി ശിക്ഷിക്കപ്പെടണം എന്നൊരു ഇതുള്ളതാണ്. പക്ഷെ ഞാനിപ്പോ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊന്നും കിട്ടാറില്ല എന്നുള്ളത് പറയുകയാണ് ഇവിടെ. അല്ലെങ്കിൽ ഞാൻ വലിയ സെലിബ്രിറ്റിയോ വലിയ കാര്യങ്ങളൊക്കെ ആവണം. പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എല്ലാവരും ചെയ്യുന്നവരെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ ഇടും. അല്ലെങ്കിൽ വല്ല ഫുഡ് ബ്ലോഗ് ഇടും, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ഇടും, അല്ലെങ്കിൽ ഇതിൽ. പിന്നെ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ പല പല വൃത്തികെട്ട കമന്റുകൾ എനിക്ക് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമായി. ചുമ്മാ അവിടെ നിന്ന് സംസാരിക്കാനല്ല ഇന്നത്തെ സ്ത്രീകൾ ഒരുപാട് പേര് യൂട്യൂബിലേക്ക് വരുന്നത്. പലർക്കും പല ഉദ്ദേശമാണ്. പലരും തുണിയഴിച്ച് കാണിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് സ്ത്രീകളാണെങ്കിൽ പോലും അതൊരു വരുമാന മാർഗമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനമാകട്ടെ എന്ന് കരുതുന്നവരുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരാളാണ് ഞാൻ. ഇന്ന് എനിക്ക് ആ ഒരു യൂട്യൂബിന്റെ വരുമാനം വേണ്ട. ഞാൻ ഇന്ന് പലതരം ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഭാവിയിൽ ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു കുക്കിംഗ് വ്ലോഗ് ചെയ്തിട്ടാണെങ്കിൽ ഒരു വരുമാന മാർഗം ആവട്ടെ എന്ന് കരുതി തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ. അതിൽ വരെ വരുന്ന കമന്റുകൾ നിങ്ങൾ പലപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് പേജ് ശ്രദ്ധിച്ചാൽ അറിയാം. ഫോട്ടോ, നമ്പർ, സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ ഇവരെ ഒന്ന് അന്വേഷിച്ച് തരോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അന്വേഷിച്ച് തരോ എന്ന് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് പോയി 2 പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇങ്ങനെ ഒരു സ്ത്രീ അല്ലായിരുന്നു ഞാൻ മുമ്പ്. കാരണം എന്തെങ്കിലും കേട്ടാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു, അല്ലെങ്കിൽ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പിന്നീട് നേരിട്ട് പ്രതികരിക്കണം എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയത് ഇവിടുത്തെ നിയമ സംവിധാനം തന്നെയാണ്. ഇപ്പോ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളൊരു സൈബർ കേസ്, സാർ എനിക്ക് ഇങ്ങനെ ഒരു സൈബർ കേസ് അല്ല എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് സമീപിച്ചാല് ആദ്യം അവര് ചോദിക്കുന്ന, പല സ്ത്രീകൾ ഇത് നേരിട്ടിട്ടുണ്ട്, ഇത് ഞാൻ മാത്രമല്ല, പലരുടെ പേരുകൾ ഞാനിവിടെ പറയുന്നില്ല, അവർക്കെല്ലാം യൂട്യൂബ് ചാനലിലുള്ള സാധാരണ സ്ത്രീകളാണ്. സാധാരണ സ്ത്രീകൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ വീട്ടുകാരെ സപ്പോർട്ട് പോലും ഇല്ലാത്ത സ്ത്രീകളാണ്. ആരെങ്കിലൊക്കെ സംസാരിക്കണ്ടല്ലേ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോ അവര് ചോദിക്കുന്ന കാര്യം, നിങ്ങൾക്ക് അങ്ങ് ബ്ലോക്ക് ചെയ്തൂടെ? ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സാറേ, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അടുത്ത ഐഡിയ ആയിട്ട് വരും. നിങ്ങൾക്ക് അങ്ങോട്ട് മിണ്ടാതിരുന്നൂടെ? അത് നിങ്ങൾ പ്രകോപിപ്പിച്ചിട്ടല്ലേ തിരിച്ചവര് മറുപടി പറയുന്നേ. സാറേ മിണ്ടാതിരുന്നിട്ടുണ്ട് സാറേ, കരഞ്ഞിട്ടിരുന്നിട്ടുണ്ട് സാറേ, മനസ്സിലായോ? എന്നിട്ടും വീണ്ടും വീണ്ടും വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങി അങ്ങേയറ്റം പറ്റാതെ ആവുമ്പോ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പല പല നിയമങ്ങൾ, പല പല മറ്റേ വകുപ്പുകൾ മാറുമ്പോൾ പല പല പോസ്റ്റുകളായിട്ട് കേരള പോലീസിന്റെ സൈറ്റുകളൊക്കെ കാണാറുണ്ട്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ചെല്ലുമ്പോഴല്ലേ സാറേ നമുക്കറിയാൻ പറ്റുന്നത്. നിങ്ങൾ പെർമനന്റ് അഡ്രസ് അവിടെയാണെങ്കിൽ എറണാകുളത്ത് നിൽക്കുന്ന ആളോട് കാസർഗോഡുള്ള പെർമനന്റ് അഡ്രസ്സിൽ പോയിട്ട് ചെയ്യാൻ പറയും. ഇല്ലെങ്കിൽ അയ്യോ ഇതല്ല, ഈ സ്റ്റേഷൻ പരിധി അപ്പുറത്തെ ജോസഫേട്ടന്റെ പലരിക്കട കഴിഞ്ഞിട്ട് അപ്പുറത്താണ്. ഇതൊക്കെ ഇത് ഞാൻ നേരിട്ടിട്ടില്ലെങ്കിലും പലവരും നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട കാര്യങ്ങളാണെങ്കിൽ ഞാനിവിടെ പറയുന്നത്, നമ്മളൊരു സ്റ്റേഷനിലേക്ക് നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്, അതാത് സൈബർ കേസുകൾ അതാത് സൈബർ സ്റ്റേഷനുകളിൽ ഓരോ സൈബർ സെല്ലിലേക്ക് പോകേണ്ട അതാത് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വൃത്തിയായിട്ട കമന്റ് ഇടുന്നവര്, വൃത്തിയായിട്ട ഞാൻ എന്തെങ്കിലും വല്ല പൊക്കി കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഈ റോയണുസൂദിനെ പോലെ വല്ല സബ്സ്ക്രിപ്ഷൻ തുടങ്ങി തുണി പൊക്കി കാണിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ ഞാൻ കേൾക്കാൻ അർഹയാണെന്ന് പറഞ്ഞുണ്ടായിരിക്കാം. ഞാൻ ഒരു സ്ഥലത്തും എക്സ്പോസ് ചെയ്തൊരു വീഡിയോ ഇടാത്ത ഒരാളാണ്.
വളരെ മാന്യമായ രീതിയിൽ എനിക്ക് കംഫർട്ടായ രീതിയിൽ വസ്ത്രധാരണത്തിന് പ്രശ്നങ്ങളാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നൊരു സ്ത്രീയാണ് ഞാൻ. അപ്പൊ ചെല്ലുമ്പോൾ ഇവര് പറയുന്നത് ഇതിവിടെയല്ല, ഇത് അവിടെയാണ്, ഇതിവിടെയല്ല, ഇത് അവിടെയാണ്, ഇത് തന്നെ കേട്ടോണ്ടിരിക്കുകയാണ്. ചില കേസുകളിൽ അവര് പറയും ഓ ഇതിനേക്കാൾ വലിയ കേസുകൾ ഇവിടെ ഇരിക്കുവാണ്, ഇവിടെ കൊലപാതകം ചെയ്ത കേസ് ഇരിക്കുന്നു, ഇവിടെ ഒരു പോക്സോ കേസ് ഇരിക്കുന്നു, ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസ് ഇരിക്കുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്ത തെറ്റെന്താണ് സാറേ? നമ്മൾ കൊലപാതകം ചെയ്യാത്തതാണോ? അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെയൊക്കെ പോക്സോ ഇങ്ങനെയുള്ള നിരമ്പന്മാരുടെ മുമ്പിൽ പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കാത്തതാണോ ഞങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റ്? മനസ്സിലാവുന്നില്ല. കാരണം ഓരോ കേസുകൾ വളരെ സിംപ്ലീകരിക്കുവാണ്. പല പല ആൾക്കാരും ഈ പുരുഷന്മാരായാലും സ്ത്രീകളായാലും കേസുകൾക്ക് വേണ്ടി അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് അതിനേക്കാളും വലിയ സാധനമുണ്ട്. അയ്യോ ഇത് നിങ്ങളെ കേസ് അന്വേഷിക്കുക, SI മറ്റേ അവയവക്കടത്തിന്റെ കാര്യത്തിൽ പോയിരിക്കുകയാണ്, SI മറ്റേ പീഡന കേസിന്റെ കാര്യത്തിൽ പോയിരിക്കുക. അപ്പൊ ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളൊക്കെ ഈ കൊലപാതകം വരെയൊക്കെ എത്തിക്കണം ഈ കാര്യങ്ങൾ. എന്നാൽ മാത്രമേ പോലീസിന് അതിനൊരു സീരിയസ്നെസ് ഉള്ളൂ. ഞങ്ങൾ വേദനിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ അവയവങ്ങളെ വെച്ചിട്ട് ലൈംഗിക ചുവയുള്ള സംസാരങ്ങളും കാര്യങ്ങളും ചെയ്യുന്നതും ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടികളെയും അപ്പനെയും അമ്മയും വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് പ്രധാനം തന്നെയാണ്. അങ്ങനെ നമ്മൾ പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ കുറെ കമന്റുകൾ വേണ്ടെന്ന് വെച്ചാലും പ്രതികരിച്ചിട്ടും ഇവരിങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മളൊരു പരാതിയായിട്ട് പോകുന്നത്. പരാതിയായിട്ട് ചെല്ലുമ്പോൾ അനുഭവങ്ങൾ ഇതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക, ഇല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു കോള് വിളിച്ച് നമ്മളോട് പറയത്തില്ല, നമ്മളെ തന്നെ ഇട്ട് നമ്മളിങ്ങനെ പട്ടിനെ പോലെ കയറി ഇറങ്ങണം. എന്നാൽ പോലും ഇല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത കമ്മീഷണർ ഓഫീസിലോ DCP ഓഫീസിലോ പോയിട്ട് സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ പരാതി നൽകിയിട്ട് നടന്നില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയണം. അപ്പൊ എന്ത് ചെയ്യും? താഴെയുള്ള പോലീസ് സ്റ്റേഷൻകാർക്ക് അവർക്കൊരു വൈരാഗ്യം വരുവാണ്. ആഹാ ഇവൾ അങ്ങനെ ചെയ്തല്ലേ, എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട അന്വേഷണം നടത്തി ഒരു FIR ഉണ്ടാക്കുന്നു. ഇതാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, അതിൽ അയാളുടെ നമ്പർ ഉൾപ്പെടെ ഉണ്ട്. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലേക്ക് ഞാനൊരു പരാതിയായിട്ട് ചെന്നപ്പോഴേക്കും ഫോൺ നമ്പർ ഉൾപ്പെടെ ഉള്ള ആ ഫോൺ നമ്പറിന്റെ അഡ്രസ്സ് എടുക്കാൻ പോലും ഒരു കോള് സൈബർ സെല്ലിലേക്ക് ലോക്കൽ സ്റ്റേഷനിലുള്ള ഒരാൾക്ക് കൊടുത്ത പറ്റുന്നില്ല. അവരങ്ങനെ തന്നെ ഞങ്ങളുടെ അവരെ തലേന്ന് നേരെ ആലുവ സൈബർ സെല്ലിലേക്ക് മാറ്റിയിരിക്കുന്നു. ഞാനൊക്കെ അറിഞ്ഞിരിക്കുന്നത് പല രീതിയിൽ, ഇതൊക്കെ അറിവ് തെറ്റാണെന്ന് എനിക്കറിയില്ല, അതാത് സ്റ്റേഷൻ പരിധികളിൽ തന്നെ സൈബർ സ്റ്റേഷനിലെ സൈബർ പരാതികൾ കൊടുക്കാമെന്നാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഞാനൊരു സ്ത്രീ ആയിട്ടും എനിക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഹോർമോണിന്റെ പ്രശ്നങ്ങളുണ്ട്, ഹെവി ബ്ലീഡിംഗ് ആണ്. ഹെവി ബ്ലീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പരാതി ഒരാള് വഴി എത്തിക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോഴും അവർ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. മനസ്സിലായി? നമ്മൾ കൃത്യമായ കാര്യങ്ങൾ കൊടുക്കുമ്പോഴും ഇവര് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുവാണ്. ഒരുപാട് സ്റ്റേഷനിൽ പോയിട്ട് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് സ്റ്റേഷനൊക്കെ പറയാം. എളമക്കര സ്റ്റേഷനിൽ ആദ്യമേ പറയാണ്, ഞാൻ ആ സാറിനെ ഒരു ഫിസിക്കൽ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അപമാനിക്കണില്ല, എനിക്ക് ആ സാറിന്റെ പേരറിയില്ല. ഒരു വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞ അസുഖമുള്ളൊരു സാറ് എളമക്കര സ്റ്റേഷൻ എറണാകുളത്തിരിക്കുന്നുണ്ട്. പുള്ളിയുടെ മെയിൻ പരിപാടി നമ്മൾ അവിടെ ചെന്ന്, പല മാനസികാവസ്ഥയിലുള്ളവരാണ് നമ്മൾ അവിടെ ചെല്ലുന്ന ആൾക്കാര്. പല മാനസികാവസ്ഥയിലുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ പൂച്ച പോകുന്നുണ്ടോ? ഓക്കെ. പല മാനസികാവസ്ഥയിലുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരഞ്ഞായിരിക്കും ചെല്ലുന്നത്, ചിലപ്പോൾ ഒച്ചയെടുക്കും, ചിലപ്പോൾ നമ്മളുടെ കൺട്രോൾ പോയായിട്ടായിരിക്കും നമ്മൾ അവിടെ ചെന്ന് സംസാരിക്കുന്നത്. പുള്ളിയുടെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വളരെ വളരെ ശാന്തമായി കാര്യങ്ങൾ സംസാരിക്കണം. അല്ല സാറ് എന്തിന് പരാതി തന്നിട്ട് എടുക്കാത്ത, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ പുള്ളി പറയുന്നത് മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഫേക്ക് FIR ഇട്ടിട്ട് പല വകുപ്പുകൾ ചേർത്ത് ഞങ്ങൾ നടപടി എടുക്കുന്നു. ഈ പുള്ളിക്കാരന്റെ കുറെ റീൽസ് വൈറലാണ്. പല പിള്ളേരോടും പല കേസിന്റെ കാര്യത്തിൽ ചെയ്യുന്നവരോടും പുള്ളിയുടെ സ്ഥിരം മറുപടിയാണ് ഫേക്ക് ആയിട്ട് FIR ഇട്ടിട്ട് നിന്നെ അകത്താക്കും എന്നുള്ള. ആ മറുപടി ഞാനും നേരിട്ടിട്ടുണ്ട്. ഈ മനുഷ്യന്റെ പേരിൽ ഇതിനു മുമ്പ് കുറച്ച് പിള്ളേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇയാളെ പേരറിയത്തില്ല. രണ്ടാമത്തത്, ഞാൻ അമ്പലമുകള് സ്റ്റേഷൻ പരിധിയിലാണ് എന്റെ സ്ഥിര അഡ്രസ് ഇരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ വീടിന്റെ റെനോവേഷന്റെ ഭാഗമായിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ പരിധിയിലോട്ടൊക്കെ പോകുമ്പോഴാണ് ആ സ്റ്റേഷൻ പരിധിയിൽ നമ്മൾ പരാതി കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പോ അമ്പലമുകള് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതിനു മുമ്പുള്ള കേസുകളിലെല്ലാം ഒരു പണിയെടുക്കാത്ത SI CIമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ വന്നിരിക്കുന്ന CI, ഞാനൊരു കേസ് ഫയൽ ചെയ്തു, ഞാൻ വ്യത്യാസമാണ് ഈ പറയുന്നത്, അതും സൈബർ കേസ് തന്നെയായിരുന്നു. പക്ഷെ ആ സാറ് കൃത്യമായിട്ട് അതിന്റെ URL സൈബർ സെല്ലിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് വിളിച്ച്, ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിച്ച് അതിന്റെ URL എടുത്തു, അവരുടെ അഡ്രസ്സ് എടുത്തു, അവരുടെ ഫോൺ നമ്പർ എടുത്തു. ഫോൺ നമ്പർ വിളിക്കാതെയാണെങ്കിൽ നമുക്ക് അവരിങ്ങോട്ട് വിളിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഫോണൊക്കെ മാറ്റിയിട്ട് വരും. അതുകൊണ്ട് 2 പോലീസുകാരെ മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിടും. അങ്ങനെയുള്ള രീതിയിൽ വരെ, അത് ഏതാണോ സ്ഥലം അവിടെ വിട്ടുവരെ കേസ് അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷനും പോലീസ് CIമാരും നിൽക്കുകയാണ്. ഇപ്പൊ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ
അയ്യോ ഇതൊന്നും ഇവിടെ അന്വേഷിക്കേണ്ട കേസല്ല, സൈബർ സെല്ലിലേക്കാണ് തട്ടിയേക്കാം. എനിക്ക് മനസ്സിലാവുന്നില്ല, എല്ലാ സ്റ്റേഷനിലും എല്ലായിടത്തും ഒരേ നിയമം നിൽക്കുമ്പോൾ ചില സ്ഥലത്ത് തട്ടിക്കളിക്കുന്നു, ചില സ്ഥലത്ത് അവർ റിസ്ക് എടുത്ത് നോക്കുന്നു. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇതും കഴിഞ്ഞ് വേറൊരു അധിക്ഷേപം നമ്മൾ നേരിടുന്നത്, എന്നെ സംബന്ധിച്ച് പല സ്ത്രീകളും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ്. നമ്മൾ അപ്പനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു പോവാണ്. പണ്ടത്തെ പോലെ 100 വയസ്സ് വരെ ഒന്നും ജീവിക്കുന്നില്ല. ചിലപ്പോൾ ആങ്ങളെ പെങ്ങള് ബന്ധങ്ങൾ ഉണ്ടാവണമെന്നില്ല. ആങ്ങളെ ചിലപ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പെങ്ങന്മാരെ സഹായിക്കണമെന്നില്ല. ബന്ധുക്കളൊന്നും അധികം സഹായിക്കാത്ത അവസ്ഥയിലാണ് എല്ലാ മനുഷ്യരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മാക്സിമം പ്രതികരിക്കും. അതിനുശേഷം ചെയ്യുന്ന എന്തായിരിക്കും? പോലീസ് സ്റ്റേഷനിൽ പോവുക. അപ്പോ നമ്മളുടെ കൂടെ നിൽക്കാനോ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് എന്താണ് എന്റെ പെങ്ങളോട് ഇത് ചെയ്തേ, വല്ല ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ 2 തെറിയെങ്കിലും വിളിച്ചിട്ട് നീ എന്റെ പെങ്ങളോട് വൃത്തിയായിട്ട് ചോദിച്ചോ എന്ന് പോലും നമ്മുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ഇടപെടാത്ത സമയത്താണ് നമ്മൾ കേസുകൾ കൂടുന്നത്. സാറേ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു കേസ് കൊടുത്തു, 2ാമത്തെ കേസ് കൊടുത്തു, 3ാമത്തെ കേസ്, 4ാമത്തെ കേസിനൊന്നും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളവിടെ കോമാളിയോ ഇവളെന്തോ സ്ഥിരം കേസ് കൊടുക്കുന്നതാണ്. സാറേ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? സ്ഥിരം കേസുകൾ കൊടുക്കാതെ, പരാതികൾ കൊടുക്കാതെ നിവർത്തിയില്ല. നമുക്കിങ്ങനെ ചോദിക്കാനോ പറയാനോ നമ്മളെ ബന്ധുക്കളോ അപ്പനോ അമ്മയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എങ്കിൽ നമ്മൾ ഇതെല്ലാം സഹിച്ച് ജീവിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ നിയമ സംവിധാനം ഉള്ളത്? അതേപോലെ തന്നെയല്ല, നമ്മളൊരു കേസായിട്ട് അത് FIR ഇട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ എതിർഭാഗം വക്കീലിന്റെ ഒരു പുച്ഛവും പരിഹാസവും ഉണ്ട്. സ്ഥിരം കേസ് കൊടുക്കുന്ന ആളാണ്, അവരുടെ ഉദ്ദേശം ഡിഫോമേഷൻ, മാനനഷ്ട പൈസയാണെന്ന്. മാനനഷ്ട കേസുകൾക്ക് പൈസ ഉണ്ടാക്കിയത് ഞങ്ങൾ ആരുമല്ല, നിയമ സംവിധാനമാണ്. മാനനഷ്ട കേസുകൾക്ക് ഇത്ര പൈസ കൊടുക്കണമെന്നും അല്ലെങ്കിൽ ഇത്ര വർഷം അകത്ത് കിടക്കണം എന്നുള്ള നിയമമാണ് ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ ഒരിക്കലും ഒരു പരാതിയിൽ എനിക്ക് ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞ് ഒരു പരാതിയിൽ ആരും എഴുതൂല. നിയമ നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഓരോ പരാതികളിലും ആളുകൾ പരാതി കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ കോടതി ചെല്ലുമ്പോൾ എതിർഭാഗം വക്കീലിന്റെ കളിയാക്കലാണ്, നിങ്ങൾ പൈസക്ക് വേണ്ടിയിട്ടല്ലേ ഈ കേസ് കൊടുത്തതെന്ന്. പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ കൃത്യമായ പരാതിയിൽ എഴുതും എനിക്ക് ഇത്ര ലക്ഷം രൂപ മാനനഷ്ടം തന്നെ എന്നുള്ളത്. അല്ലേ? നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ തന്നെ പറയും, സാറേ എന്നെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് എനിക്ക് 10 ലക്ഷം രൂപ മാനനഷ്ടം വേണമെന്ന് പറയും. നമ്മളെല്ലാവരും പരാതി എടുക്കുന്നത് നിയമ നടപടികൾ എടുക്കണം എന്നാണ്. പല സ്ത്രീകളുണ്ടാവോ സെറ്റിൽമെന്റിന് ആഗ്രഹിച്ചിട്ട് എനിക്ക് 5 ലക്ഷം രൂപ തന്നാൽ ഞാൻ നിയമം ഇത് പരാതി പിൻവലിച്ചേക്കാം, അല്ലെങ്കിൽ കോടതിയിൽ വെച്ച് സെറ്റിൽമെന്റ്, അതും പറഞ്ഞ് എല്ലാ സ്ത്രീകളല്ല എല്ലാ ആളുകളും അങ്ങനെയല്ല എന്ന് ഞാനിവിടെ പറയുവാണ്. എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഈ പൈസ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേസ് കൊടുക്കുന്നതെന്നുള്ളത്. നമ്മൾ കോടതിയിൽ നേരിടുന്നത് ഇത് തന്നെയാണ്. സ്ഥിരം ഈ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുവാണ്. കേസ് കൊടുക്കുന്നതിനുള്ള ഉദ്ദേശം പൈസ മേടിക്കലാണ്. ചില കേസുകൾ ഇവർ സെറ്റിൽഡ് ചെയ്തിട്ടുണ്ട്, പൈസ മേടിച്ചിട്ടാണ്. ചില കേസുകൾ നമ്മൾ സെറ്റിൽഡ് ചെയ്യേണ്ട കാരണം എന്താ? ചിലത് 4-5 വർഷം നീണ്ട് ആ കേസ് എന്താണെന്ന് വരെ മറന്നു കഴിയുമ്പോഴായിരിക്കും കേസിന്റെ വിസ്താരം വരുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ആ വ്യക്തിയോടുള്ള അന്നത്തെ ആ വൈരാഗ്യം പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ആ വ്യക്തി നമ്മളോട് വന്നിട്ട് മാപ്പ് പറയും, ചേച്ചി ഞാൻ ഈ കേസായിട്ട് ഒരുപാട് നടന്നു, ഞാൻ അന്ന് പറഞ്ഞത് എന്റെ പ്രായത്തിന്റെ എന്ന് പറയുമ്പോൾ നമ്മള് അത് സാറേ എനിക്ക് പരാതിയില്ല, ആ കേസ് എന്തായാലും അത് വിട്ടേക്ക്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും അപ്പുറത്തോ വേറെ ഏതെങ്കിലും കേസ് വരുമ്പോഴും ഈ പറഞ്ഞ വക്കീലന്മാര് ചോദിക്കുന്നത്, ഈ വക്കീലന്മാര് കുറച്ചുപേര് അറിയാവുന്നവരൊക്കെ മെൻഷൻ ചെയ്യുന്നു. വക്കീലന്മാര് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ പൈസ മേടിച്ചല്ലേ സെറ്റിൽ ചെയ്ത്? ചിലപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യാനോ നമ്മളിന്റെ ഉള്ളിൽ നിന്ന് കണ്ടന്റ് എടുക്കാനായിരിക്കും, അത് അവരുടെ ജോലിയുടെ ഭാഗമായിരിക്കും. പക്ഷെ ഞാനൊരു പബ്ലിക് എന്ന നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ സാധാരണ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളെല്ലാം പരാതി കൊടുക്കുന്നത്, കുറച്ചുപേരെ കാര്യമാണ് ഞാൻ പറയുന്നത്, പരാതി കൊടുക്കുന്നത് കൃത്യമായ നിയമ നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിയമ നടപടി എടുക്കുക മാത്രമല്ല, അവനിനി മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള കോടതി കയറി നടക്കേണ്ടി വരുമെന്നും ഇത്ര ശിക്ഷ കിട്ടും എന്നുള്ള ബോധം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൂടാതെ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് ശരി, പോലീസുകാർക്കൊന്നും പണിയെടുക്കാൻ വയ്യ. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ ഞാൻ എടുത്തു പറയുവാണ്, ഒരു രീതിയിലുള്ള ഒരു ചെറിയ കേസുകളായിട്ട് നമ്മൾ ചെന്ന് അവർക്ക് ചെറിയ കേസാണ്. എന്റെ യോനി ഭാഗത്ത് കട്ടാമ്പാര കയറ്റണം, നിനക്ക് വെടിപ്പണിയല്ലേ എന്ന് പറയുന്നത്, നീയും നിന്റെ മക്കളൊക്കെ ശരീരം വിറ്റ് ജീവിക്കുന്നതിന് അതൊക്കെ അവർക്ക് നിസ്സാരമായിരിക്കാം. അങ്ങനെ വിറ്റ് ജീവിക്കാത്തിടത്തോളം കാലം എനിക്കത് നിസ്സാരമല്ല. ഇതുപോലെ നേരിടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് സ്ത്രീകളുണ്ട്. പല സ്റ്റേഷനിൽ, തിരുവനന്തപുരത്ത്, കൊല്ലത്ത് എല്ലാം പല സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേക്കും പിച്ചക്കാരെ പോലെ അവർ നടക്കുവാണ് കുട്ടികളെയും കൊണ്ട്. ലാസ്റ്റ് നടന്ന് അവരെന്നോട് വിളിച്ചിട്ട്, ചേച്ചി നടന്നിട്ട് ഒരു കാര്യമില്ല, ചേച്ചി നടന്നിട്ട് ഒരു കാര്യമില്ല, അവര് പറയുന്നത് അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ, അയ്യോ വൈഫൈയിലും മൊബൈൽ ഡാറ്റയിലും ഉപയോഗിച്ച കണക്ഷനാണ്, ഇതൊക്കെ ഒന്നും കിട്ടത്തില്ല, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചു പോത്തിട്ടുള്ളൂ, ഇവരെ തപ്പിയെടുക്കാൻ പറ്റില്ല. അതേസമയം മിനിസ്റ്ററുടെ ഹണി റോസിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, 24 hours അറസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കമന്റ് ഇട്ട ആൾക്കാരെ വരെ ഇത് അറസ്റ്റ് ചെയ്തു. ഇവർക്ക് അപ്പോ ഒന്നും യൂട്യൂബിന്റെയോ ഫേസ്ബുക്കിന്റെയോ റിപ്ലൈ കിട്ടാൻ 2 ആഴ്ച സമയം വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സ്ത്രീകൾ ആരും സെലിബ്രിറ്റികളല്ല.
വായിലെ നാക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ സംസാരിക്കുവാണ്. ഇത് പല ആളുകൾ, സ്ത്രീകളും മാത്രമല്ല, ഈ പറഞ്ഞ കേസായിട്ട് പോകുന്ന സാധാരണ ആളുകൾ, ആണായാലും പെണ്ണായാലും നേരിടുന്ന കാര്യങ്ങളാണിത്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? കമ്മീഷണർക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കും. കമ്മീഷണർ അവിടെ നിന്ന് വിളിക്കും, നിങ്ങൾ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ട് അന്വേഷിച്ചില്ലല്ലോ. അവർ എങ്ങനെയെങ്കിലും ഒരു അന്വേഷണം പൂർത്തിയാക്കുന്ന രീതിയിൽ പിടിച്ചു നിർത്തും. ഇപ്പൊ തന്നെ ഞാൻ ഒരു പരാതി കൊടുത്ത ആളുടെ നമ്പർ ഉൾപ്പെടെ പരാതി കൊടുത്തു. നിങ്ങൾ ലാസ്റ്റ് റീൽ നോക്കിയാൽ അറിയാം. ആ ആളുടെ പെങ്ങളെന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ അഡ്വക്കേറ്റ്സോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ വിളിച്ചു പറയാൻ ആളുകളോ വേണോ? എനിക്ക് മനസ്സിലാവട്ടെ. ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഞാൻ ഒരു LDF അനുഭാവിയാണ്. LDF എന്നുള്ളത് ഈ പാർട്ടിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ചെറുപ്പത്തിലെ മുതല് ഞാൻ കണ്ടു വളരുമ്പോ എൻ്റെ അപ്പൻ LDF ആണ്. മറ്റേ ചോപ്പ് അരിവാളും ഇതിന്റെ പാർട്ടിയുടെ തത്വങ്ങളോ കാര്യങ്ങളോ അറിയില്ല. ഞാൻ നോക്കുമ്പോ എന്റെ കാലഘട്ടം, എനിക്കിപ്പോ 42 വയസ്സുണ്ട്, എന്റെ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് ഈ LDF എല്ലാത്തിനും പ്രതികരിക്കണം കാണണം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചത് നല്ലൊരു പാർട്ടിയാണ്. ഞാനൊരു പാർട്ടീനെ കുറ്റം പറയുന്നല്ല. അത് കഴിഞ്ഞ് വളർന്ന് വരുമ്പോഴേക്കും ഓരോ ആളുകളെ നോക്കുമ്പോ ഇയാൾ LDF ആണ്, പക്ഷെ ഞാൻ കേറി ഇറങ്ങുവാണ്. എന്റെ മകന്റെ വികലാംഗ പെൻഷന് വേണ്ടിയിട്ട് 22 വയസ്സായി, പെൻഷൻ ഇല്ല ഇപ്പോഴും. ഈ പെൻഷന്റെ കാര്യം നോക്കുമ്പോൾ പെൻഡിങ് നാടിക്ക് കേറി ഇറങ്ങി മടുത്തു. അപ്പൊ നോക്കുമ്പോ LDFന്റെ ഒരാൾ നിൽക്കുന്നു. ഞാനിപ്പോ ആളുകളെ നോക്കി വന്നപ്പോഴേക്കും ഹൈബീഡൻ സാറ് 1-2 വട്ടം 1-2 കാര്യങ്ങൾക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്തപ്പോ കൃത്യമായ ഫോളോ അപ്പും കൃത്യമായി വിളിച്ചന്വേഷിച്ച് അതിന് ഉത്തമമായ നടപടി 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താണ്, ഓക്കെ കൊള്ളാലോ, ഈ UDFിലാണെന്ന് അന്വേഷിക്കുമ്പോൾ UDFകാരനാണ്. ഞാൻ അവിടെ പാർട്ടി പറയണത് എന്റെ അനുഭവമാണ്. ഒരു സാധാരണ ഏതൊരു മനുഷ്യനുണ്ടാവുന്ന അനുഭവമാണ് ഞാൻ അവിടെ പങ്കുവെക്കുന്നത് കേട്ടോ. MLA മാക്സി സാറ്, പുള്ളി LDF ആണ്. മാക്സി സാറാണ് ആദ്യമായിട്ട് വാടക വീട്ടിൽ താമസിച്ച് എനിക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നത്. അതായത് നോക്കുമ്പോ പാർട്ടിയല്ല ഇവിടെ നോക്കേണ്ടെന്നുള്ളൊരു ധാരണ എനിക്ക് വന്നു. ആളുകളെ നോക്കി വേണം വോട്ട് ചെയ്യാൻ എന്നുള്ളൊരു ധാരണ വന്നു. ഈ വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഈ പറഞ്ഞ പാർട്ടികളെ വെച്ചിട്ട് തന്നെ ഒരുപാട് കേസുകൾക്ക് വേണ്ടിയിട്ട് ചെല്ലുമ്പോഴേക്കും നമ്മളെ കേസുകളൊക്കെ എടുക്കാത്ത അവസ്ഥ എങ്ങനെയാണ്? തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ട് ആ കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളയും. നോക്കുമ്പോ എന്താ, ഞാൻ പരാതി കൊടുത്ത ആള് വല്ല LDFന്റെ അനുഭാവികളായിരിക്കും. അപ്പൊ തന്നെ അവിടെ നിന്ന് തന്നെ സീക്രട്ട് ആയിട്ട് ഈ പോലീസുകാരിൽ തന്നെയുള്ള സീക്രട്ട് വരും. അത് ആ പാർട്ടി പ്രവർത്തന ഭയങ്കര, അയാളെന്തോ CAനെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കേസ്. എത്രയെന്ന് വെച്ച് കയറി ഇറങ്ങും. അതുകൊണ്ടാണ് ഈ വീഡിയോ. ഇത് രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളോ പ്രതികരിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എന്ന് പറയുന്ന ആളുടെ അനുഭവം ഈ പറയുന്ന ഓരോരുത്തരുടെ പേരെടുത്ത് വെച്ചാണ് ഞാനോട് പറയുന്നത്. അതിലെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ, അല്ല ഇങ്ങനെ ഈ സ്ത്രീ പറയുന്നത് തെറ്റാണെങ്കിൽ ഈ പേര് എടുത്തു വെച്ച ആൾക്കാര് ഇവിടെ വന്ന് സംസാരിക്കട്ടെ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തില്ല. ആർക്ക് കുത്താനാ? ഞാൻ നോക്കിയപ്പോ എനിക്കറിയാവുന്ന ആരും തന്നെ ഇല്ല. നല്ല വ്യക്തികൾ അന്വേഷിച്ചപ്പോഴേക്കും വലിയ നല്ല വ്യക്തികളൊന്നുമല്ല. ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല. ഈ പ്രാവശ്യം ഒന്ന് മാറ്റി കുത്തിയത് UDFനാണ്. കുത്താൻ കാരണം ഹൈബീഡൻ സാറ് തന്നെയാണ്. കാരണം ഈ ഹൈബീഡൻ എന്ന് പറയുന്നത് കൊച്ചിയിലാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്ന പുള്ളിക്കാരനെ കുറിച്ച് മറ്റുള്ളവർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. എനിക്ക് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ കിട്ടുകയും ചെയ്തു. പുള്ളി ഫോൺ എടുക്കുകയും ചെയ്തു. കൃത്യമായിട്ട് ഇങ്ങനെയാണ് സംഭവം നടന്നിരിക്കുന്നത്, ഞാൻ വിളിച്ചന്വേഷിച്ചിട്ടുണ്ട്. അതിനുള്ള സൊല്യൂഷൻ തന്നെ രണ്ട് പ്രാവശ്യവും എനിക്ക് അനുകൂലമായി. അപ്പൊ ഞാൻ കരുതി ഓക്കെ, എന്നാൽ UDF ഒന്ന് വന്നു നോക്കട്ടെ. അപ്പൊ ഈ UDF സർക്കാരിനോടെ ഞാൻ പറയുന്നത്, ഞങ്ങളെപ്പോലുള്ള പല ആളുകളും ഈ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, ആളുകളെ നോക്കിയിട്ട് കുത്തിയതാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പോലീസിൽ നിന്ന് അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നേരിട്ട് അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ അറിയാം, നേരിട്ട് വീട്ടിൽ ചെന്ന് ആക്രമിക്കട്ടെ. ഈ പോലീസുകാർ പറയുന്നവരെ ഞങ്ങൾക്ക് കൊലപാതക കുറ്റവും പോക്സോ കേസുകളും കാര്യങ്ങളും അന്വേഷിക്കാനുള്ളൂ എന്ന് പറയുമ്പോ സെയിം തന്നെ പോക്സോ കേസുകളായിട്ട് ചെല്ലുന്ന സ്ത്രീകൾ, പല സ്ത്രീകൾക്ക് അനുഭവമുണ്ട്. അയ്യോ, ഈ കേസില് കുട്ടീനെ ഇങ്ങനെയല്ലേ പിടിച്ചോളൂ, അതൊക്കെ ഇത്ര സിമ്പിളാണ്, കുട്ടീനെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊന്നെങ്കിൽ ഓക്കെ കേസുണ്ട്. ഉണ്ടെന്നേ, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ട്. ഞാൻ കൃത്യമായ തെളിവുകൾ നിരത്താൻ ഞാൻ തയ്യാറാണ്. ലാസ്റ്റ് ഇത് കോടതിയിലേക്ക് ചെല്ലുമ്പോ അവസ്ഥ ഇതാണ്. ഞങ്ങളാരും കോടതിയിൽ ആരും പറയുന്നില്ല ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ മാനനഷ്ടം വേണമെന്ന്. ഓരോ നിയമ സംവിധാനം എഴുതി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന പബ്ലിക്കിൽ നിൽക്കുന്ന കുറെ വക്കീലന്മാരെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. സാറ് പറയൂ, ഞങ്ങൾ ആരെങ്കിലും പരാതിയിൽ പറയോ 10 ലക്ഷം രൂപ മാനനഷ്ടം വേണം? നിങ്ങളെയൊക്കെ കോടതിയിൽ ഈ പറഞ്ഞ അഡ്വക്കേറ്റിനെ സമീപിക്കുമ്പോൾ നിങ്ങളാണ് ഈ പറയുന്ന മാനനഷ്ടം 10 എന്റെ കക്ഷിക്ക് പബ്ലിക്കലി ഇത്രയും പേര് കണ്ട വീഡിയോ ആണ്, അതിൽ ഇത്രയും മാനനഷ്ടം ഉണ്ടായി, അതുകൊണ്ട് 10 ലക്ഷം രൂപ, ചില കേസുകളിലൊക്കെ 10 ലക്ഷം രൂപ നിങ്ങൾ തന്നെ എഴുതി വിടാറുണ്ട്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല. ഇതൊക്കെ നിയമം കൊടുക്കുന്ന കാര്യങ്ങളാണ്. 3 വർഷം തടവ് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം. ഇത് ഞങ്ങളാരും, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണ്, പരാതിയിൽ ഞങ്ങളാരും പറയുന്നില്ല. നിയമ നടപടി എടുക്കണം എന്ന് പറയുന്ന കേസുകൾ കോടതി ചെല്ലുമ്പോൾ എതിർഭാഗം വക്കില്ല മുമ്പിൽ ഞങ്ങളൊക്കെ കോമാളികളാവാണ്.
നിങ്ങൾക്ക് പൈസ കിട്ടാനല്ലേ കോടതി ഇട്ടത്? ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ആർക്കും പൈസ കിട്ടാനല്ല, പൈസ കിട്ടേണ്ടവരെ പൈസ കിട്ടണം എന്ന് പറഞ്ഞതിനെ മെൻഷൻ ചെയ്ത് പരാതി കൊടുക്കുക. അല്ലാത്തവര് നിയമ നടപടി എടുക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് കോടതിനെ സമീപിക്കുന്നത്. ഇതൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ടാവും. ഞാനിപ്പോ കുറെ സ്റ്റേഷനുകൾ മെൻഷൻ ചെയ്തു. അവസ്ഥയാണ്, ഞാനൊക്കെ പോയിട്ടുള്ള അവസ്ഥയാ. അതുപോലെ തന്നെ കൊല്ലത്ത് കേസ് കൊടുത്തവരുണ്ട്, തിരുവനന്തപുരത്ത് കേസ് കൊടുത്തവരുണ്ട്, പത്തനംതിട്ടയിൽ കേസ് കൊടുത്തവരുണ്ട്. പല സ്ത്രീകളുടെ അനുഭവങ്ങൾ ഞാനിവിടെ പ്രൂഫായിട്ട് തരാൻ തയ്യാറാണ്. അവരൊക്കെ ചോദിക്കുന്നത് ഈ സ്ത്രീകൾ ഇറങ്ങുന്നത്, ഞങ്ങളിപ്പോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലേ? ശരിയാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണ്. ഞങ്ങളോട് വൃത്തിയേട് ഇതൊന്ന് തുറന്നു കാണിക്കൂ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ പോയി തുറന്നു കാണിക്കൂ, തുറന്നു നോക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞ് ഒന്നിലും വരാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ബലാത്സംഗം ചെയ്യണം, നിന്റെ കുട്ടിനെ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കമന്റുകളെല്ലാം വരുമ്പോ ഇത്രയും ആൾക്കാരെ മുമ്പിൽ അമ്മ എന്ന രീതിയിൽ, സ്ത്രീ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അപ്പൻ എന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുമ്പോ ഇതിനു വരെ നടപടി എടുക്കാതെ ഇതൊക്കെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസുകളോടെ നിൽക്കുവാണ്. മനസ്സിലായോ? കൃത്യമായ പ്രൂഫ് ഉൾപ്പെടെ വരെ പുനലൂർ സ്റ്റേഷൻ, ഞാൻ പറഞ്ഞ പുനലൂർ പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? പുനലൂർ പോലീസ് സ്റ്റേഷൻ, പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ, എളമക്കര പോലീസ് സ്റ്റേഷൻ, ഇങ്ങനെയൊക്കെ പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ സ്റ്റേഷനൊക്കെ പൂട്ടിപ്പോണം. എന്റെ അനുഭവത്തിലുള്ള കുറച്ച് സ്റ്റേഷനുകളാണ് പറഞ്ഞത്. അല്ലാതെ കൊല്ലത്ത് പോയവരുണ്ട്, തിരുവനന്തപുരത്ത് പോയവരുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ തരാം. പിന്നെ ഞാൻ ഈ പബ്ലിക്കിൽ ഒരുപാട് പേര് റീൽസ് ഇടുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഒരുപാട് പേര് റീൽസ് ഇടുന്നുണ്ട്. പലരും പല രീതിയിൽ നമ്മൾ ഒരുപാട് കേസുകൾ ഇങ്ങനെ കുന്നുകൂടി വരാം. പേടിച്ചിട്ട് കേസ് വരെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം പരാതിയുടെ എണ്ണം കൂടിയാല് ജെന്യൂനിറ്റി കുറയുന്നു. സ്ഥിരം പരാതി കൊടുക്കുന്നവൾ കോടതിയിൽ വരുമ്പോഴേക്കും പരാതിയുടെ എണ്ണം കൂടുമ്പോൾ സ്ഥിരം അവൾക്ക് പൈസ മേടിക്കാൻ വേണ്ടി, മാനനഷ്ടത്തിന് വേണ്ടി നടക്കുന്നവൾ. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? വക്കീലന്മാരെ ഒന്ന് പറയാവോ? നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇടുന്നല്ലേ, റീൽസ് ഇടുന്ന ആൾക്കാരല്ലേ? അതുമല്ല, നമ്മൾക്ക് കരുന്ന ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ്സ് കൃത്യമായി ഒന്ന് പഠിക്കുക പോലും ചെയ്യാതെ എന്തോ വായിച്ചു നോക്കിയിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ഫ്രീ ആണ്, കുട്ടികൾക്ക് കേസിന് ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. ഈ ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ്സ് ആണെങ്കിലും എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് എതിർത്ത് നമുക്ക് അവിടെ കോടതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടി ഗവൺമെന്റ് തരുന്ന അഡ്വക്കേറ്റ് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ഈ എതിർഭാഗം വക്കീലുമാര് വാദിക്കുന്ന എല്ലാ വൃത്തികെട്ടതും കേട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ പ്രൊവോക്ക് ആവും, അതിന് റെസ്പോണ്ട് ചെയ്യും, നമ്മളെ അവിടെ മോശക്കാരിയാവുന്നു. നിയമം എന്ന് പറയുന്ന പല സ്ഥലത്ത് പല പോലെയാണ്. ഇത് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. പല പോലീസ് സ്റ്റേഷനിലും പല രീതിയിലുള്ള നിയമങ്ങൾ. ഒരു പോലീസ് സ്റ്റേഷനിൽ പറയും നിങ്ങൾ എവിടെ സംസാരിക്കുന്നു, നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. എവിടെ ഇൻസിഡന്റ് ആയി ഓടി അടുത്ത പോലീസ് സ്റ്റേഷൻ ചെന്നു. എങ്ങനെ ഓടിച്ചല്ലാനാ? അപ്പൊ തന്നെ അവർ ഓടിക്കും. ഇവിടെ അല്ല, ഇത് ജോസഫേട്ടനെ കണ്ട അപ്പുറത്തെ സ്റ്റേഷനിലാ പോണ്ടേ. പിന്നെ നിങ്ങൾ പറയും സൈബർ സ്റ്റേഷനുകൾ, ഇപ്പൊ സൈബർ സെല്ലിലേക്ക് ഓടണ്ട. ഓരോ സ്റ്റേഷനുകളിൽ നിങ്ങൾക്ക് സൈബർ പരാതികൾ കൊടുക്കാം. നിങ്ങൾ സ്ത്രീയാണോ കുട്ടിയാണോ, നിങ്ങൾ വീട്ടിൽ വന്ന് മൊഴിയെടുക്കും. നിങ്ങൾ ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് പോലീസുകാര്. നിങ്ങൾ എങ്ങനെയാണ് പരാതി കൊടുത്തേ? ബ്ലീഡിംഗ് ആയിട്ട് നിൽക്കുവാണ് എന്ന് പറഞ്ഞപ്പോൾ അമൽ എന്ന് പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ ചോദിച്ച ചോദ്യമാണ് പുത്തൻകുരിശ്. നിങ്ങൾ നേരിട്ട് വന്നാണോ പരാതി കൊടുത്തേ? പിന്നെ പറയുവാണ് നമ്പർ വരെ കൊടുത്ത കേസിൽ അവർ പറയുന്നതാണ് ഞങ്ങൾ ഇത് ആലുവ സൈബർ സെല്ലിലേക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഇത് നിങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാ ആ ആളെ വിളിച്ചു? ആ ആളെ വിളിച്ചത് എന്തുകൊണ്ടാ? അവരുടെ കുടുംബത്തിൽ കുറെ അഡ്വക്കേറ്റ്സ് ഇട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും പോലീസ് പേടിച്ചു. ഇപ്പൊ ഇവർക്ക് പറയുന്നത് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ പറയുവാണെങ്കിൽ എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് നിങ്ങളുടെ സ്റ്റേഷനിൽ, ഞാൻ താമസിക്കുന്ന സ്റ്റേഷൻ പരിധി തന്നെ, അപ്പൊ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടിക്കുവാണ്. ഇവിടുത്തെ നിയമം തെണ്ടിക്കുവാണ്. തെണ്ടാത്തവര് കുറവായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, പൈസ ഉണ്ടോ? ഞാനിപ്പോ പറഞ്ഞാൽ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പരാതി കൊടുത്താൻ കഴിഞ്ഞാൽ എന്നെ അവിടെ പോസ്റ്റ് ആക്കി നിർത്തും. അതേസമയം എനിക്കിവിടെ വണ്ടികൾ കിടക്കുന്നുണ്ട്. ആ വണ്ടിയിൽ വളരെ എലിഗന്റ് ആയിട്ട് നല്ല സാരിയെ കൊടുത്ത് ഡയമണ്ടൊക്കെ ഇട്ട് ചെല്ലുവാണെങ്കിൽ ഭയങ്കര ബഹുമാനവും, എന്ത് വലിയ പുള്ളിയാണ്, എന്തെങ്കിലുമൊക്കെ പുറമേയൊക്കെ വിളിച്ചു പറയും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ നേരിടാത്തവരൊന്നൊന്നുമില്ല. എന്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് നേരിട്ടിട്ടുണ്ട്. മനസ്സിലായി? ഒരു നിയമത്തിനെ കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ അവിടെ ഇട്ട് നമ്മളിട്ട് തെണ്ടിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താലോ, സാർ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നേ, ഇങ്ങനെയല്ലേ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവർ വൈരാഗ്യമായിട്ട് എടുക്കും. മനസ്സിലായോ? ഇതാണ് അവസ്ഥ. ഇത് ഇവിടെ വന്ന് പ്രതികരിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കുറെ വക്കീലന്മാരെ എല്ലാവരും. നിങ്ങളെല്ലാം റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? പല ആൾക്കാരും ഇപ്പൊ ജിയാസ് ജമാല്, ശ്രീജിത്ത് പെരുമന, വക്കീലണ്ണൻ, ഫിറോസ്, പിന്നെ ഞാൻ പറഞ്ഞുതരാം, പിന്നെ കുറച്ച് ലേഡീസ് ഒക്കെ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കൊണ്ട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതും? നിങ്ങളൊക്കെ ആർഗ്യുമെന്റ്സ് എതിർഭാഗം വക്കീലൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വാദം? ഒരുപാട് കേസുകൾ കൊടുക്കുന്നത് കോമാളിയാകുക. അപ്പൊ അതായത് 1-2 കേസൊക്കെ ലിമിറ്റേഷൻ ഉണ്ടോ? അപ്പൊ ഒരു പൗരന് കേസ് കൊടുക്കുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ടോ?
ഒരു 2-3 കേസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നടത്തിച്ച് കഷ്ടപ്പെടും. കാരണം മെയിലിൽ കേസ് കൊടുക്കാതിരിക്കാൻ. ഒരു കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്തത് ചെയ്തത് നിങ്ങൾക്ക് പൈസക്ക് വേണ്ടിയിട്ട് എന്നുള്ള ആർഗ്യുമെന്റ്സും കുറെ കേസുകൾ കൊടുത്തില്ലേ എന്നുള്ള ആർഗ്യുമെന്റ്സ് കേട്ട് നമ്മളെ അവിടെ വെറുപ്പിക്കും. ഞങ്ങളൊക്കെ എന്താ ചെയ്യണ്ടേ? നിയമം കയ്യിലെടുക്കണോ? അവരൊക്കെ വീട്ടിൽ പോയി തല്ല. ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് പബ്ലിക്കിൽ റീലിടുന്നവരുണ്ട്. ഫീസ് വാങ്ങിക്കാതെയും ഇങ്ങനെയുള്ള കേസുകളെല്ലാം ഞങ്ങൾ നോക്കും സാറാ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കുറച്ച് അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഇങ്ങനെ നടപടി എടുക്കാത്ത കേസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യണം എന്നാ പറയുന്നത്. കാരണം ഒരുപാട് സ്ത്രീകളുണ്ട് പൈസ കൊടുത്തു മുടിഞ്ഞവരും ഇങ്ങനെയുള്ള കുറെ കേസുകൾ അപ്പനും അമ്മയില്ല, ആരുമില്ല ചോദിക്കാനും പറയാനും. പോലീസിന്റെ അവിടെ കയറി ഇറങ്ങി മടുത്ത ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഏറ്റെടുത്തത് നോക്കാം, എന്തുകൊണ്ട് ഇവർ നടപടി എടുക്കുന്നില്ല? കോടതിയിൽ വരുമ്പോ ഇത്ര കേസുകൾ പാടുള്ളോ എന്നൊരു നിയമം ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒരു റീൽ ചെയ്യൂ, ഇത്ര കേസ് കൊടുക്കാൻ പാടുള്ളോ, അല്ലെങ്കിൽ ഞങ്ങളത് നോക്കാം, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് പറയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ. ഇത് ഒരു ഗതികേട് കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് എത്ര പേരിൽ എത്തുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഗതികേടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. ഈ കമന്റ് എങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഈ സർക്കാരെങ്കിലും ഉണ്ടാക്കട്ടെ. സതീഷ്, നമ്മുടെ VD സതീഷ് മിനിസ്റ്ററോട് പറയാവുന്നുള്ളത്, സാറെ ചിരിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, സാറിന്റെ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു യൂത്തിന്റെ വൈബ് സാറ് കണക്ട് ചെയ്യുന്നുണ്ട്. വാക്കുകൾ കൊണ്ടല്ല, ചിരി കൊണ്ടല്ല, നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാറ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ അറിഞ്ഞു എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ സാറിനും നിസ്സാര കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സാറ് പഴയ സർക്കാർ ചെയ്തവരെ ഇതൊക്കെ വിട്ടുകളയും. ഞങ്ങളൊരു കൊലപാതകികളോ ഞങ്ങൾ വേറെ എന്തെങ്കിലും അക്രമകാരികളാകിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. അത്രേ ഉള്ളൂ പറയാൻ.